കർത്താവിൽ വാത്സല്യമുള്ളവരെ നമ്മുടെ ഇടവയെ സംബന്ധിച്ചും ഈ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ സംബന്ധിച്ചും വളരെ അവിസ്മരണീയമായൊരു ദിവസമാണ്. കുടുംബജീവിതത്തിൽ ദൈവം ദാനമായി നൽകിയിരിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ കർത്താവിൻ്റെ കൽപ്പന പ്രകാരം കർത്താവ് സ്ഥാപിച്ച വിശുദ്ധ കുർബാനയിൽ അവർ സംബന്ധിക്കുകയാണ്. ഈ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഒരുക്കിയ മാതാപിതാക്കളെയും മാതാപിതാക്കളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. 13-14 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൈക്കുഞ്ഞായി അവരെ നിങ്ങൾ ദേവാലയത്തിൽ കൊണ്ടുപോയി മാമോദീസ കഴിപ്പിച്ചു. മാമോദീസ ശുശ്രൂഷയുടെ അവസാന ഭാഗം പട്ടക്കാരൻ മാതാപിതാക്കളോടും മാതാപിതാക്കളോടും ഇപ്രകാരം പറഞ്ഞു: ഈ കുഞ്ഞ് വളർന്ന് പ്രായമായതിനു ശേഷം താൻ തന്നെ സാത്താനെ അപേക്ഷിക്കുന്നു, യേശുമിശിഹായെ കൈക്കൊള്ളുന്നുവെന്ന് പരസ്യമായി ഏറ്റുപറയത്തക്ക വിധത്തിൽ ഈ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരണം. ഈ ചുമതല നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. ദൈവം സഭയിലൂടെ മാതാപിതാക്കളെ ഭരമേൽപ്പിച്ച ചുമതലയാണ് നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ കൊച്ചുമക്കളെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത്. പ്രിയമുള്ള മാതാപിതാക്കളെയും മാതാപിതാക്കളെയും നിങ്ങളാ ചുമതല വിശ്വസ്തയോടെ നിറവേറ്റിയത് കൊണ്ടാണ് നിങ്ങളുടെ കൊച്ചുമക്കൾ ഇന്ന് ദൈവ മുൻപാകെ സഭയുടെ മുൻപാകെ എഴുന്നേറ്റ് നിന്ന് യേശുവിലുള്ള വിശ്വാസം ഏറ്റുപറയുന്നത്. മാതാപിതാക്കൾക്ക് നന്ദിയുടെയും സ്തോത്രത്തിൻ്റെയും ദിവസമാണ്. സഭ നിങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഭവനം ഈ സൈഡിലെ ജനലടയ്ക്കണേ. കാറ്റുകൊണ്ട് മെഴുകുതിരി അടക്കി. ഈ ജനലൊക്കെ അടച്ചാൽ മെഴുകുതിരി കെട്ടുപോകാതിരിക്കും. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഭവനം ഇങ്ങോട്ട് നോക്കിയാട്ടെ. നിങ്ങളുടെ ഭവനം ദൈവത്തിൻ്റെ ദാനമാണ്. യുവർ ഫാമിലി ഈസ് ഗോഡ്സ് ഗിഫ്റ്റ്. നിങ്ങളുടെ പപ്പ മമ്മി, നിങ്ങളുടെ അപ്പച്ചൻ അമ്മച്ചി, നിങ്ങളുടെ അങ്കിൾ ആൻറ്റി, നിങ്ങളുടെ സഹോദരങ്ങൾ എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. എത്രയോ കുഞ്ഞുങ്ങൾക്ക് ഭവനമില്ലാതെ എത്രയോ കുഞ്ഞുങ്ങളുണ്ട്. വീടില്ലാത്ത എത്രയോ കുഞ്ഞുങ്ങളുണ്ട്. എത്രയോ കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളില്ല, സഹോദരങ്ങളില്ല, ബന്ധുമിത്രാദികളില്ല. അനാഥരായ എത്രയോ കുഞ്ഞുങ്ങൾ ഈ ലോകത്തിലുണ്ട്. ദൈവം നിങ്ങൾക്കൊരു കുടുംബം നൽകി. ദൈവം നിങ്ങൾക്ക് മാതാപിതാക്കളെ നൽകി, ഭവനം നൽകി. ലെറ്റ് us thank God for our family. Let us thank God for our home. ഇന്ന് നിങ്ങളെ സഭയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ലെറ്റ് us thank God for our church. ഈ സഭയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. നിങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാൻ മനോഹരമായൊരു ദേവാലയം, നിങ്ങൾക്ക് സൺഡേ സ്കൂൾ ഇവിടെയുണ്ട്, UNS സഖ്യമുണ്ട്, പ്രാർത്ഥനാക്കൂട്ടമുണ്ട്, നിങ്ങൾക്ക് നേതൃത്വം നൽകാൻ അച്ഛന്മാരുണ്ട്. ഇതെല്ലാം ദൈവം നിങ്ങൾക്ക് ഈ സഭയിലൂടെ നൽകിയിരിക്കുകയാണ്. എന്തിനാണ്? ദൈവവിശ്വാസത്തിൽ വളർന്നു വരുവാൻ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ വളർന്നു വരുവാൻ. നിങ്ങൾ ജനിച്ച സമയം മുതൽ നിങ്ങൾക്കൊരു സഭയുണ്ട്, മാർത്തോമാ സഭ. ലെറ്റ് us thank God for the മാർത്തോമാ ചർച്ച്. ഈ സഭ ഇന്ന് നിങ്ങളെ ഈ സഭയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കത്തിച്ച മെഴുകുതിരി സ്വാഗതത്തിൻ്റെ ചിഹ്നമാണ്. നിങ്ങൾ മുമ്പോട്ട് വന്നപ്പോൾ നിങ്ങളുടെ അച്ഛനൊരു കത്തിച്ച മെഴുകുതിരിയുമായി ഇവിടെ നിൽക്കുകയായിരുന്നു. അതിൻ്റെ അർത്ഥം യു ആർ വെൽക്കം, യു ആർ വെൽക്കം. നമ്മൾ ഇന്ത്യയിലൊക്കെ പറയാറുണ്ട് താലപ്പൊലി ഏന്തി സ്വീകരിക്കുക എന്നൊക്കെ പറയും. താലപ്പൊലിയൊന്നും ഇല്ലായിരുന്നു, പക്ഷേ നിങ്ങളുടെ അച്ഛനൊരു കത്തിച്ച മെഴുകുതിരിയുമായി ഇവിടെ നിൽക്കുകയായിരുന്നു നിങ്ങളെ സ്വാഗതം ചെയ്യാൻ. യു ആർ വെൽക്കം. ഈ സഭയുടെ പൂർണ്ണ അംഗത്വത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. മാത്രമല്ല, നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലിപ്പോൾ കത്തിജ്വലിക്കുന്ന കൊച്ചു മെഴുകുതിരികളുണ്ട്, വിളക്കുകളുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. യേശു പറഞ്ഞു, നിങ്ങളും ലോകത്തിൻ്റെ വെളിച്ചമാണ്. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് ആൻഡ് യു ആർ ദ ലൈറ്റ്സ് ഓഫ് ദ വേൾഡ്. യേശുവാണ് ലോകത്തിൻ്റെ വെളിച്ചം. ഇംഗ്ലീഷിൽ പറയുന്നത് ഐ ആം ദി ലൈറ്റ് ഓഫ് ദ വേൾഡ്. യേശു ആണ് ലോകത്തിൻ്റെ വെളിച്ചം. എന്നാൽ യേശു പറഞ്ഞു, നിങ്ങൾക്കും ലോകത്തിൻ്റെ വെളിച്ചമായി തീരാൻ കഴിയും. ഇതെങ്ങനെയാണ്? ഒരേ സമയത്ത് യേശു വെളിച്ചമാണ്, നമ്മളും വെളിച്ചങ്ങളായി തീരുന്നത് എങ്ങനെയാണ്? ലോകത്തിൻ്റെ വെളിച്ചമാകുന്ന യേശുവിനോടുള്ള ബന്ധത്തിൽ നമുക്കെല്ലാം വെളിച്ചങ്ങളായി തീരാൻ കഴിയും. ഇൻ റിലേഷൻഷിപ്പ് വിത്ത് ജീസസ് ക്രൈസ്റ്റ് ഹൂ ഈസ് ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് വി ടു ക്യാൻ ബിക്കം ലൈറ്റ്സ് ഓഫ് ദ വേൾഡ്. യേശുവിനോടുള്ള ബന്ധത്തിലാണ് നമുക്ക് വെളിച്ചമായി തീരുന്നത്. മക്കളെ, ഇന്ന് നിങ്ങൾ വെളിച്ചമായി തീരാൻ സമർപ്പിക്കുകയാണ്. വെളിച്ചത്തിൻ്റെ മക്കളായി തീരാൻ സമർപ്പിക്കുകയാണ്. സമ്മതമാണോ? ഇനി ചോദ്യങ്ങൾ. വെളിച്ചത്തിൻ്റെ മക്കളായി തീരാൻ സമ്മതമാണോ? വെളിച്ചമായി തീരാൻ സമ്മതമാണോ? ആണോ? ഉറപ്പാണോ? അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ വെളിച്ചമായി തീരുക. ഇന്ന് മുതൽ നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളായി തീരുക. സമ്മതമാണോ? എന്ന് പറഞ്ഞാൽ എന്നാ? വെളിച്ചമായി തീരുക എന്നൊക്കെ പറഞ്ഞാൽ എന്നാ? വാട്ട് ഈസ് ദ റോൾ ഓഫ് ലൈറ്റ്? പറഞ്ഞോ, എന്താ മോനെ? മറ്റുള്ളവർക്ക് നന്മ പകരുക. വെരി ഗുഡ്. വെളിച്ചം പകരുക അല്ലേ? വെളിച്ചമായി തീരുക എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുക, വെളിച്ചം പകരുക. ആണോ? അല്ലേ? ഇരുട്ട്, അന്ധകാരം അകറ്റുക അല്ലേ? അന്ധകാരം അകറ്റുക. ഇപ്പോൾ 2 ജോലിയാണ്. ഒന്ന്, ടു സ്പ്രെഡ് ലൈറ്റ്, ടു ഷൈൻ, വെളിച്ചം പകരണം, നന്മ അല്ലേ പകരണം. മറ്റൊന്ന്, ഇരുട്ട് അകറ്റണം. വെളിച്ചം പകരുക എന്നൊക്കെ പറഞ്ഞാൽ എന്നാ?
ഇന്ന് മുതൽ നിങ്ങൾ വെളിച്ചം പകരുന്ന കുഞ്ഞുങ്ങളായിരിക്കും. എന്ന് പറഞ്ഞാൽ എന്നാ, വൈകുന്നേരം കറണ്ട് പോയാൽ ഒരു മുറിയിലോട്ട് മോളെ ഇങ്ങോട്ട് ഇവിടോട്ട് നിന്നേ വെളിച്ചം കിട്ടട്ടെ, അതാണോ അതിൻ്റെ അർത്ഥം? അല്ല, പിന്നെന്താ? വെരി ഗുഡ് അല്ലേ. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക. വേദപുസ്തകത്തിൽ വെളിച്ചമെന്ന് പറയുന്നത് എപ്പോഴും നന്മ, നല്ല പ്രവർത്തികൾ. വെളിച്ചത്തിൻ്റെ മക്കളെന്ന് എവിടെയെല്ലാം വേദപുസ്തകത്തിലുണ്ടോ അതെല്ലാം നന്മ ചെയ്യുന്നവരെന്നാണ് വെളിച്ചത്തിൻ്റെ മക്കൾ. ഇരുട്ടിൻ്റെ മക്കളെന്ന് വേദപുസ്തകത്തിലൊക്കെ ഉണ്ട്. ഇരുട്ടിൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ എന്നാ? ദോഷം ചെയ്യുന്നവർ, തിന്മ ചെയ്യുന്നവർ അല്ലേ. അപ്പോൾ വെളിച്ചത്തിൻ്റെ മക്കളായ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നന്മ. നന്മയും തിന്മയെന്നൊക്കെ അറിയാമോ? കേട്ടിട്ടുണ്ടോ? നന്മ തിന്മ അറിയാമോ എല്ലാവർക്കും? ആണോ? മലയാളമാണോ ഇംഗ്ലീഷാണോ? നന്മയൊക്കെ അറിയാമോ? സ്നേഹമെന്ന് പറയുന്നത് നന്മയാണോ തിന്മയാണോ? ഉറച്ച് പറയണം. എന്തോ? നന്മ. വെരി ഗുഡ്. വിദ്വേഷം എന്ന് പറയുന്നത് നന്മയോ തിന്മയോ? തിന്മ അല്ലേ. അക്രമം നന്മയോ തിന്മയോ? തിന്മ അല്ലേ. കൂട്ടുകാരെ ആക്രമിക്കുന്നതൊക്കെ പേപ്പറിൽ കാണാം. 12 വയസ്സുകാരൻ 11കാരനെ കുത്തി. അത് നന്മയോ തിന്മയോ? തിന്മയാണ് അല്ലേ. അനുസരണം നന്മയാണ് അല്ലേ. അനുസരണക്കേട് തിന്മയാണ്. മമ്മിയും പപ്പയും പറയുന്ന അനുസരിക്കാതിരുന്നാൽ നന്മയോ തിന്മയോ? ഒരു മടിയുണ്ട് പറയാൻ അല്ലേ. അല്ലേ, തിന്മ അല്ലേ. വെരി ഗുഡ്. മദ്യപാനം, മയക്കുമരുന്ന് നന്മയോ തിന്മയോ? തിന്മ. അപ്പം എല്ലാം നിങ്ങൾക്കറിയാം, ഇനി അങ്ങ് ചെയ്തേച്ചാൽ മതി അല്ലേ. നന്മയെന്ന് പറഞ്ഞാൽ സ്നേഹമാണെന്നറിയാം, നന്മയെന്ന് പറഞ്ഞാൽ അനുസരണമാണെന്നറിയാം അല്ലേ. നന്മ ചെയ്യുന്ന കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ അതാണ് വെളിച്ചത്തിൻ്റെ മക്കൾ. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ ഇപ്പോഴേ നിങ്ങളെ കണ്ടാൽ അറിയാം നന്മ ചെയ്യുന്ന കുഞ്ഞുങ്ങളാണ്. മാലാഖമാരെ പോലെ നിൽക്കുക അല്ലേ. ഇന്ന് മുതൽ നിങ്ങൾ കൂടുതൽ തിന്മയുള്ളൊരു ലോകത്തിലാണ് നമ്മൾ വളരുന്നത്. നിങ്ങൾ വളരും തോറും ധാരാളം തിന്മ കാണാം, അക്രമം കാണാം, മദ്യപാനം കാണാം, പക കാണാം, വിദ്വേഷം കാണാം. മക്കളെ നിങ്ങൾ ഇന്ന് സമർപ്പിക്കുന്ന എന്തിനു വേണ്ടിയാണ്? വെളിച്ചത്തിൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ നന്മ ചെയ്യുന്ന കുഞ്ഞുങ്ങൾ, നല്ല പ്രവൃത്തി ചെയ്യുന്ന കുഞ്ഞുങ്ങൾ. അങ്ങനായി തീരുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ ചെയ്യട്ടെ. ഇന്ന് ഞങ്ങൾ സഭയുടെ പ്രധാനപ്പെട്ട ഒരു കൂദാശയിൽ സംബന്ധിക്കുകയാണ് അല്ലേ. കൂദാശയിൽ സംബന്ധിക്കുകയാണ്. അച്ഛൻ നിങ്ങൾക്ക് ക്ലാസ്സൊക്കെ എടുത്തോ? നോ, വെരി ഗുഡ്. അച്ഛൻ പഠിപ്പിച്ചെല്ലാം പഠിച്ചോ? പഠിച്ചു. പരീക്ഷ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ജയിച്ചോ എല്ലാവരും? എനിക്ക് അല്പം സംശയമുണ്ട്. അച്ഛന് നിങ്ങളോട് വലിയ സ്നേഹമായിട്ട് എല്ലാവരെയും ജയിപ്പിച്ച് കാണുമെന്നത്. ഓൾ പാസ്. അപ്പം ഞാനിന്നൊരു പരീക്ഷ ഇട്ടാൽ നിങ്ങൾക്ക് സന്തോഷമാണോ? ആണോ? എല്ലാത്തിനും ജയിക്കുന്നവർക്കിന്ന് കുർബാന തരാം. ചിലൻ്റെ മുഖത്ത് നോക്കുന്നതല്ലേ തന്നിട്ടങ്ങ് പോണേ എന്നാണ് പറയുന്നത് അല്ലേ. എന്നാലും മിടുക്കരാ, നിങ്ങളെല്ലാം നല്ല മിടുക്കരായിട്ട് നിൽക്കുക. എല്ലാവരും പഠിച്ചിട്ടുണ്ടെന്ന് അതിൻ്റെ അർത്ഥം അച്ഛൻ നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താ എന്നാലും ഞാൻ തിരുമേനി ഞാൻ കുറച്ച് ചോദ്യമൊക്കെ ചോദിച്ചാൽ സന്തോഷമാണോ? ആണല്ലോ. എല്ലാവരും ഉത്തരം പറയണം. കുഞ്ഞുങ്ങളോട് മാത്രമായി ചോദ്യം ചോദിക്കും. നിങ്ങളോട് വേറെ ദിവസം വരുമ്പോൾ ചോദിക്കാം. നമുക്കൊരു വിശ്വാസ പ്രമാണമുണ്ടോ മക്കളെ? വിശ്വാസ പ്രമാണമുണ്ടോ? ഉണ്ട്. അതെങ്ങനെയാണ് തുടങ്ങുന്നേ? അച്ഛനാ തുടങ്ങുന്നത്. പിന്നെ എങ്ങനെയാ? എന്തോ? പിതാവായ സർവശക്തനായ. വെരി ഗുഡ്. കാണാതറിയാമോ? അറിയാമോ? ഇന്ന് നിങ്ങൾ ചൊല്ലിയായിരുന്നോ? ഇന്ന് ചൊല്ലിയോ? എല്ലാവരും ചൊല്ലിയോ അല്ലേ? എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ വരുമ്പോൾ നമ്മൾ ചൊല്ലുന്നു. ഈ വർഷത്തെ സഭയുടെ പഠന വിഷയം തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് നമ്മുടെ വിശ്വാസ പ്രമാണമാണ്. പഠന വിഷയം ഈ വർഷം മുഴുവൻ പഠിക്കാൻ നമുക്ക് സഭ തരുന്ന വിശ്വാസ പ്രമാണമാണ്. എന്താ വിശ്വാസ പ്രമാണം? പിതാവായ ദൈവത്തിലുള്ള വിശ്വാസം, പുത്രനായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസം, യേശുവിൻ്റെ രണ്ടാമത്തെ വരവിലുള്ള വിശ്വാസം, പാപമോചനത്തിലുള്ള മാമോദീസായുള്ള വിശ്വാസം. 5 കൂട്ടം കാര്യങ്ങളാണ് എല്ലാ ഞായറാഴ്ചയും എല്ലാ കുദാശകളിലും നമ്മൾ ചൊല്ലുന്നതാണ് വിശ്വാസ പ്രമാണം. ഈ വർഷം നമ്മൾ പ്രത്യേകം ആഘോഷിക്കുന്ന 1700 വർഷം മുമ്പാണ് നമ്മുടെ സഭയുടെ പിതാക്കന്മാരെല്ലാം ഒരുമിച്ച് കൂടി, യാക്കോബാന്നില്ല, മാർത്തോമാന്നില്ല, കത്തോലിക്കാന്നില്ല, എല്ലാവരും ഒരുമിച്ച് കൂടി സഭയുടെ വിശ്വാസം ഒന്നാണ്, ആചാരം വ്യത്യാസമുണ്ട്. അതാണ് വിശ്വാസ പ്രമാണം. കാണാതറിയാമല്ലോ. അപ്പോൾ ഇന്ന് നിങ്ങളെ ഞാൻ ജോലി ഏൽപ്പിക്കുക, സത്യസന്ധമായി നിങ്ങൾ ചെയ്യുമോ എന്നറിയാം. വീട്ടിൽ പോയി എല്ലാവരും അത് ചൊല്ലി നോക്കണം. സമ്മതിച്ചോ അല്ലേ? എല്ലാവരും പുസ്തകം അമ്മയുടെ കൊടുക്കണം, പപ്പായുടെ കൊടുക്കണം. അത് നൂത്ത് വെച്ചോണ്ടല്ല, അത് അടച്ച് വെച്ചിട്ട് ചൊല്ലണം. അറിയാൻ വയ്യാത്തവരെന്തോ ചെയ്യണം? 7 പ്രാവശ്യം എംപോസിഷൻ എഴുതണം. സമ്മതിച്ചോ? എന്നിട്ട് അച്ഛൻ്റെ കൊണ്ട് കൊടുക്കണം, എന്നിട്ട് ചൊല്ലി കേൾപ്പിക്കണം. എല്ലാവരും ഇത് അമ്മമാരെ ഏൽപ്പിക്കുക, അപ്പന്മാരെ ഏൽപ്പിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾ വിശ്വാസമാണോ പഠിച്ചിരിക്കണം, ഇപ്പോഴേ പഠിക്കണം. കർത്താവിൻ്റെ പ്രാർത്ഥന അറിയാമോ? അറിയാമോ? എന്നതുപോലെ വിശ്വാസ പ്രമാണം, സഭയുടെ വിശ്വാസം,
വിശ്വാസ പ്രമാണത്തിലാണ്, കാണാതെ പഠിക്കണം. വിശ്വാസ പ്രമാണം. ഇനി കൂദാശകൾ. എത്ര കൂദാശകളാണ് ഉള്ളത്? 7 കൂദാശകൾ. ഇപ്പോൾ ഒന്ന് പറഞ്ഞ. 1 വിശുദ്ധ മാമോദീസ, 2 വിശുദ്ധ മൂറോനഭിഷേകം, 3 വിശുദ്ധ കുമ്പസാരം, 4 വിശുദ്ധ കുർബാന, 5 പറഞ്ഞു വിശുദ്ധ വിവാഹം, 6 പട്ടത്വം, 7 തൈലാഭിഷേകം. വെരി ഗുഡ്, ഓൾ പാസ്. എല്ലാവരും ജയിച്ചു. എന്താ പഠിക്കാത്തവർ കൂട്ടത്തിൽ ജയിച്ചു അല്ലേ? നല്ലപോലെ ഉത്തരം പറയുന്നവരെ ആ സെമിനാരി വിടാൻ ഞാൻ നോക്കുന്നത്. പക്ഷേ 4 ആൺപിള്ളേരേ ഉള്ളൂ, എന്തോ ചെയ്യാനാ അല്ലേ? 10-20 വർഷമായി ഇവിടുന്ന് സെമിനാരി പോയിട്ടെന്ന് അച്ഛൻ പറയുന്നത് കേട്ടെ അല്ലേ? മിടുക്കരാണല്ലോ. 7 കൂദാശകൾ. ഞാനിത് പുറകോട്ട് ചോദിച്ചായിരുന്നെങ്കിലും അതുകൊണ്ടാണ് പുറകോട്ട് ചോദിക്കാത്തത്. നമ്മുടെ സഭയിൽ പ്രധാനമായി 7 കൂദാശകളാണ്. 7 കൂദാശകൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. ഇതൊക്കെ നമ്മുടെ സഭയിൽ പഠിപ്പിക്കുന്ന പുസ്തകങ്ങൾ മാർത്തോമാ സഭയിൽ ധാരാളം ഉണ്ട്. പണ്ട് തിരുമേനിമാരും അച്ഛന്മാരും ഒക്കെ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കണമായിരുന്നു. ഇപ്പോൾ ആരും പറഞ്ഞ് പഠിപ്പിക്കേണ്ട. വായിക്കാൻ അറിയാവുന്ന ഒരു പുസ്തകം വാങ്ങിച്ചാൽ 100 രൂപയിൽ താഴെയുള്ള ഈ പുസ്തകങ്ങൾക്കൊക്കെ മാർത്തോമാ സഭയിലുണ്ട് പുസ്തകങ്ങൾ. അച്ഛനോട് ചോദിച്ചാൽ പറഞ്ഞു തരും. ഞാൻ 3-4 പുസ്തകങ്ങളുടെ പേര് പറയാം. 1 മാർത്തോമാ സഭയുടെ വിശ്വാസ ആചാരങ്ങൾ, മലയാളത്തിലുള്ളൊരു പുസ്തകമാണ്. 2 അതിന് ഇംഗ്ലീഷുണ്ട്, ഫെയ്ത്ത് ആൻഡ് പ്രാക്ടീസ് ഓഫ് ദ മാർത്തോമാ ചർച്ച്. 3 പാദപീഠത്തിങ്കൽ, വേറൊരു പുസ്തകമാണ്. 4 തിരുനിവാസം എത്ര മനോഹരം, വേറെ ഒരു പുസ്തകമാണ്. റൂട്ട്സ് ആൻഡ് വിങ്സ് ഓഫ് മാർത്തോമാ ചർച്ച്. എത്ര പുസ്തകം വേണേലും ഉണ്ട്. തിരുവില്ലായി പോയി അല്ലെ അച്ഛനോട് പറഞ്ഞാൽ മതി. എല്ലാ വീട്ടിലും, വേദപുസ്തകം എല്ലാ വീട്ടിലും ഉണ്ടെന്ന് എനിക്കറിയാം. അതിൻ്റെ കൂടെ വിശ്വാസം പഠിപ്പിക്കുന്ന ഒരു പുസ്തകമെങ്കിലും നമ്മുടെ വീട്ടിൽ കാണണം. മാർത്തോമാ സഭയുടെ വിശ്വാസം മാതാപിതാക്കൾ വായിക്കണം, പഠിക്കണം, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അങ്ങനെ എല്ലാവരും വിശ്വാസത്തെക്കുറിച്ച് ബോധ്യമുള്ളവരായിരിക്കണം. അവരുടെ 7 കൂദാശകൾ ഞാനൊന്നുകൂടെ പറയാം. മാമോദീസ അല്ലെങ്കിൽ ബാപ്റ്റിസം, മോറോനഭിഷേകം അല്ലെങ്കിൽ കൺഫർമേഷൻ അല്ലെങ്കിൽ സ്ഥിരീകരണം, കുമ്പസാരം അല്ലെങ്കിൽ കൺഫെഷൻ, വിശുദ്ധ കുർബാന അല്ലെങ്കിൽ ഹോളി കമ്മ്യൂണിയൻ, വിവാഹം അഥവാ മാരേജ്, പട്ടത്വം അഥവാ ഓർഡിനേഷൻ, രോഗികൾക്ക് വേണ്ടിയുള്ള തൈലാഭിഷേകം, അനോയിൻറ്റിങ് ഓഫ് ദ സിക്ക്. 7 കൂദാശകളാണ് നമ്മുടെ സഭയിൽ. ഇംഗ്ലീഷിൽ അതിനെന്താ പറയുന്നത്? സാക്രമെൻറ്റ്സ് അല്ലേ? കൂദാശകളെല്ലാം ദൈവകൃപയുടെ മുഖാന്തരമാണ്. കൂദാശകളെല്ലാം ദൈവകൃപയുടെ മുഖാന്തരം. അർത്ഥമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ കൂദാശകൾ സംബന്ധിച്ചാൽ അതെല്ലാം നമുക്ക് അനുഗ്രഹമാണ്. അർത്ഥമൊന്നും അറിയാതെ പോയി നിന്നാൽ നാടകമാണെന്നൊക്കെ പറയുന്നവരുണ്ട്, ഇതെന്തോ നടക്കുന്നതെന്നൊക്കെ പറയുന്നവരുണ്ട്. അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് പള്ളിയിൽ വന്ന് ഈ കൂദാശകൾ സംബന്ധിച്ചാൽ മീൻസ് ഫോർ ഗോഡ്സ് ഗ്രേസ്, ദൈവകൃപയുടെ മുഖാന്തരമാണ്. ആകട്ടെ 7 കൂദാശകൾ. ആദ്യത്തെ 4 എണ്ണം എല്ലാവർക്കും നിർബന്ധമാണ് അല്ലേ? 4 കൂദാശ എല്ലാവർക്കും നിർബന്ധമാണ്. മാമോദിസ കഴിഞ്ഞവരാണോ നിങ്ങൾ? എല്ലാവരുടെയും മാമോദിസ കഴിഞ്ഞാണോ? ഉറപ്പാണോ? എല്ലാവരുടെയും മാമോദിസ കഴിഞ്ഞു. വെരി ഗുഡ്. സ്നാനം കഴിഞ്ഞതാണോ? സൂക്ഷിച്ചോണം, അവർ പോയി ഇനി ഒരു സ്നാനം ഏക്കുമെന്ന് എനിക്കൊരു പേടിയാണ്. സ്നാനം കഴിഞ്ഞതാണോ മക്കളെ? അച്ഛൻ്റെ മുഖത്തോട്ടാണ് നോക്കുന്നത്. ആണോ? സ്നാനം കഴിഞ്ഞതാണോ? അവരുടെ കുഴപ്പമല്ല. മാർത്തോമാ സഭയിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്ക് മാമോദീസ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അറിവില്ലായ്മ ചില ആളുകൾ മാമോദീസ ഏറ്റവർ പിന്നെ പോയി സ്നാനമേൽക്കാറുണ്ട്. ഇവിടെ അങ്ങനെ ആരും ഇല്ലെന്ന് എനിക്ക് അത്രയും അറിയത്തില്ല ഈ ഇടവയെക്കുറിച്ച് അല്ലേ? ഇവിടെ അങ്ങനെ ആരും ഇല്ലെന്ന് എൻ്റെ വിചാരം. മാമോദീസ ഏറ്റ ചിലരൊക്കെ അറിവില്ലായ്മ കൊണ്ട് പോയി സ്നാനമേൽക്കാറുണ്ട്. നമ്മുടെ വീട്ടിൽ ചില ഉപദേശിമാർ വരും. അച്ചായൻ വലിയ ആളൊന്നും ഇല്ലാത്തപ്പോഴായിരിക്കും വീട്ടിൽ വരുന്നത്. അച്ചായനും അമ്മയെ കാണത്തുള്ളൂ. അച്ചായൻ മാമോദീസ ഏറ്റോ, അമ്മമ്മ മാമോദീസ ഏറ്റോ, വലിയ സ്നേഹത്തോടൊക്കെ ചോദിക്കും. എന്നേ ഏറ്റെന്ന് പറയും. ഉടനെ ഉപദേശി ചോദിക്കും, അമ്മ സ്നാനമേറ്റോ, അച്ചായൻ സ്നാനമേറ്റോ? ഈ കുഞ്ഞുങ്ങളെ പോലല്ലേ വളർന്നു വരുന്നത്? അനങ്ങാതെ നിൽക്കും. മാമോദീസ ഏറ്റു, സ്നാനമേറ്റോ? അനങ്ങാതെ നിൽക്കും. അപ്പോൾ ഉപദേശി ഉടനെ സാഞ്ചിക്കാന്ന് വേദവസ്തു എടുക്കും, തുറന്നു നോക്കും, എന്നിട്ടൊരു വാക്യം വായിക്കും. വിശ്വസിച്ച് സ്നാനമേറ്റാൽ നീ രക്ഷ പ്രാപിക്കും. വലിയ വിധേനയും രക്ഷ പ്രാപിക്കേണ്ടേ അച്ഛൻ പോലും അറിയത്തില്ല. ആറ്റിലോ തോട്ടിലോ കരിങ്ങിൻ്റെ കീഴിലോ ഉപദേശിച്ച് കൊണ്ടുപോകും, അങ്ങ് മുക്കും. അതിന് പുനർസ്നാനമെന്നാണ് പറയുന്നത്. വീണ്ടും സ്നാനം. അങ്ങനെ ഒരു സ്നാനം മാർത്തോമാ സഭയിലില്ല. വീണ്ടും സ്നാനമില്ല, പുനർസ്നാനമില്ല, റീബാപ്റ്റിസം ഇല്ല. ബാപ്റ്റിസം ഓൺലി വൺസ്. മക്കളെ, മാമോദീസ എന്ന് പറഞ്ഞാൽ അടുത്ത വാക്കെന്നാ? മാമോദീസ എന്ന് പറഞ്ഞാൽ സ്നാനം. സ്നാനം എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ പറഞ്ഞേ. മാമോദീസ എന്ന് പറഞ്ഞാൽ സ്നാനം. സ്നാനം എന്ന് പറഞ്ഞാൽ മാമോദീസ. രണ്ടാണോ ഇത്? അല്ല, ഒന്നാ. മാമോദീസ ഏറ്റവരെല്ലാം സ്നാനമേറ്റവരാണ്. സ്നാനമേറ്റവർ മാമോദീസ ഏറ്റവരാണ്. ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? എന്തോ ഹോളി ബാപ്റ്റിസം അല്ലേ? അതും പഠിച്ചിരിക്കണം അല്ലേ? ബോംബെ ചെല്ലുമ്പോൾ 3ാമത് ഒരെണ്ണം കൂടെ കിട്ടും.
അല്ലേ? മാമോദീസായും സ്നാനവും ബാപ്റ്റിസവും എല്ലാം ഒന്നാണ്. യു ആർ ഡൺ. നിങ്ങളെല്ലാവരും മാമോദിസ ഏറ്റവരാണ്, അല്ലേ? നിങ്ങൾ മാമോദിസ ഏറ്റവരാണ്, സ്നാനമേറ്റവരാണ്. എന്നാൽ മാമോദിസ അല്ലെങ്കിൽ സ്നാനം മാർത്തോമാ സഭയിൽ 2 വിധത്തിലുണ്ട്. ഒന്ന് ശിശു സ്നാനമുണ്ട്, മറ്റൊന്ന് മുതിർന്ന സ്നാനമുണ്ട്. മക്കളേറ്റത് ഏത് സ്നാനമാണ്? ശിശു സ്നാനം. മാർത്തോമാ സഭ വിശ്വസിക്കുന്നു, പഠിപ്പിക്കുന്നു. ഉത്തരവാദിത്വമുള്ള ക്രിസ്തീയ മാതാപിതാക്കളുടെ കുടുംബത്തിൽ ജനിച്ചു വളരുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ശിശു സ്നാനം മതിയായതാണ് എന്ന് മാർത്തോമാ സഭ വിശ്വസിക്കുന്നു, വേദോസ്തം പഠിപ്പിക്കുന്നു. മാതാപിതാക്കൾ ഇളം പ്രായത്തിൽ കുഞ്ഞുങ്ങളെ ദേവാലയത്തിൽ കൊണ്ടുവരുന്നു. കർത്താവേ, ദൈവമേ, കുഞ്ഞിനെ ഞങ്ങൾ വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരാം. ആ കുഞ്ഞിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം അമ്മയും അപ്പനുമാണ് ചെയ്യുന്നത്. വിശ്വാസത്തിൽ ഞങ്ങൾ വളർത്തിക്കൊണ്ടുവരാം. കുഞ്ഞുങ്ങൾ പ്രായമാകുമ്പോൾ, ഈ പൈതൽ വളർന്ന പ്രായമായതിനു ശേഷം താൻ തന്നെ സാത്താനെ ഉപേക്ഷിക്കുന്നു, യേശുമിശിഹായിൽ വിശ്വസിക്കുന്നുവെന്ന് പറയത്തക്ക വിധത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവരേണ്ട ചുമതല ആരുടെയാണ്? നിങ്ങളുടേതാണ്. മക്കളെ, നിങ്ങളെല്ലാം സ്നാനം, ശിശു സ്നാനം ഏറ്റവരാണ്. എന്നാൽ മുതിർന്ന സ്നാനവും മാർത്തോമാ സഭയിലുണ്ട്. അതാർക്കാ? മറ്റ് വിശ്വാസങ്ങളിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരുന്നവർക്ക് ഏത് പ്രായത്തിലും നമ്മൾ സ്നാനം കൊടുക്കും. 30-ാം വയസ്സിലോ 40-ാം വയസ്സിലോ 50-ാം വയസ്സിലോ. ഞാനിതിനകം ഒരു 500 പേർക്ക് കൊടുത്തിട്ടുണ്ട് മുതിർന്ന സ്നാനം. കേരളത്തിൽ തന്നെ, ആന്ധ്രയിലെ, തമിഴ്നാട്ടിലെ, മറ്റ് മതങ്ങളിൽ നിന്ന് ആരെങ്കിലും വന്നാൽ അവർക്ക് മുതിർന്ന സ്നാനം. മക്കളെ, നിങ്ങളെല്ലാം സ്നാനമേറ്റവരാണ്, അല്ലേ? ഉറപ്പായോ? അതുകൊണ്ട് ഞാൻ ഇത്രയും ദീർഘമായി പറഞ്ഞു. ഉറപ്പായോ? നിങ്ങളെല്ലാം സ്നാനമേറ്റവരാണോ? ആണോ? ഇനി മൂറോൻ അഭിഷേകം, അത് കഴിഞ്ഞതാണോ? മൂറോൻ അഭിഷേകം കഴിഞ്ഞതാണോ? ആണോ? എല്ലാവരുടെയും എപ്പോഴായിരുന്നു? മാമോദിസയുടെ സമയത്ത്. ഓർക്കുന്നുണ്ടോ? നല്ല ഓർമ്മയാണ്, അല്ലേ? മാമോദീസയുടെ സമയത്ത് 2 കൂദാശകളാണ് നമ്മുടെ സഭയിൽ. നമ്മുടെ മാമോദീസ എന്നാണ് പറയുന്നത്, പക്ഷേ 2 കൂദാശകളാണ്. ഒന്ന് മാമോദീസ, മറ്റേത് മൂറോൻ അഭിഷേകം. മാമോദീസ തൊട്ടിയിൽ കൊണ്ടുപോയി കുഞ്ഞിനെ മാമോദീസ, മൂറോൻ ഒഴിച്ച വെള്ളത്തിൽ കുഞ്ഞിനെ മാമോദീസ കഴിപ്പിച്ചിട്ട് മുമ്പോട്ട് കൊണ്ടുവരുമ്പോൾ, അമ്മയുടെ കയ്യിൽ കുഞ്ഞിനെ കൊണ്ട് മലർത്തി കിടത്തുമ്പോൾ അച്ഛൻ വന്ന്, ഇതൊക്കെ നമ്മൾ അറിയണം, അച്ഛൻ വന്ന് വിശുദ്ധ തൈലം മൂറോൻ കൊണ്ട് കുഞ്ഞിൻ്റെ നെറ്റിക്ക്, നെഞ്ചത്ത്, കൈയുടെ വെള്ളയ്ക്ക്, കാലിൻ്റെ വെള്ളയ്ക്കെല്ലാം മൂറോൻ പുരട്ടും. എന്നിട്ട് എന്താ പ്രാർത്ഥിക്കുന്നത്? സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്ന പരിശുദ്ധ റൂഹായുടെ പരിപൂർണ്ണ നൽവരത്തിൻ്റെ ലക്ഷ്യമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ കുഞ്ഞ് അഭിഷേകം ചെയ്യപ്പെടുന്നു. 2 കൂദാശകളാണ് മാമോദിസയുടെ സമയത്ത്. നമ്മൾ സാധാരണ മാമോദിസ എന്നേ പറയത്തുള്ളൂ. 2 കൂദാശകൾ. മൂറോൻ എന്ന് പറയുന്ന വിശുദ്ധ തൈലം നമ്മുടെ സഭയിൽ 1 പൈതൃകത്തിൻ്റെ പിന്തുടർച്ച, 2 മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ അരമനയിൽ പ്രത്യേകം പ്രാർത്ഥിച്ച് വേർതിരിക്കുന്ന തൈലമാണ് മൂറോൻ. ആ മൂറോനാണ് മാർത്തോമാ സഭയിൽ എവിടെ ഒരു കുഞ്ഞ് മാമോദിസ ഏറ്റാലും, അത് ഇംഗ്ലണ്ടിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും കുവൈറ്റിലാണെങ്കിലും, മാർത്തോമാ സഭയുടെ ഒരു കുഞ്ഞ് എവിടെ പോയി മാമോദിസ ഏറ്റാലും ഇവിടുന്ന് കൊണ്ടുവന്ന മൂറോനാണ് നെറ്റിക്ക് പുരട്ടുന്നത്. മാർത്തോമാ സഭയിൽ എവിടെ ഒരു പള്ളി കൂദാശ ചെയ്യുമ്പോഴും ഇവിടുന്ന് കൊണ്ടുവന്ന മൂറോനാണ് വിശുദ്ധീകരിക്കപ്പെട്ട തൈലം. മക്കളെ, നിങ്ങളുടെ എല്ലാം നെറ്റിക്ക് എന്തുണ്ട്? മൂറോൻ കൊണ്ട് ഒരു കുരിശിൻ്റെ അടയാളം ഉണ്ടോ? അത് എല്ലാവരുടെയും നെറ്റിക്ക് ഒരു കുരിശിൻ്റെ അടയാളം ഉണ്ടോ? ഉണ്ട്. കണ്ണാടി എടുത്ത് നോക്കണം ഉണ്ടോ എന്ന്, അല്ലേ? അതറിയാതാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പള്ളിക്കൂടത്തിൽ പോകുന്നേരം അതിൻ്റെ പുറത്തൊരു ചുവപ്പ്, ഒരു പച്ച, ഒരു കറുപ്പ്, എന്തെല്ലാം വാരി തേക്കുന്നേ. ഏതിൻ്റെ പുറത്താ? ഈ മൂറോൻ വിശുദ്ധ തൈലം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുഖത്ത് എല്ലാവരുടെയും നെറ്റിക്ക് ഒരു മൂറോൻ കുരിശുണ്ട്. യു ആർ സാങ്ക്ടിഫൈഡ്, നിങ്ങൾ വിശുദ്ധീകരിച്ചവരാണ്. അപ്പോൾ മാമോദീസായും മൂറോൻ അഭിഷേകവും. ഇനിയുള്ളത് കുമ്പസാരം. കുമ്പസാരം എന്ന് പറഞ്ഞാൽ, കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. നമുക്കെല്ലാവർക്കും നിർബന്ധമാണ്. നമ്മളെല്ലാവരും ദൈവത്തോട് പറയും. ഇന്നിപ്പോൾ ഇത് കഴിയുമ്പോൾ തിരുമേനിയും അച്ഛന്മാരും നിങ്ങളുടെ പപ്പായും അമ്മയും നമ്മളെല്ലാവരും ദൈവത്തോട് പറയും, കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. കുമ്പസാരവും വിശുദ്ധ കുർബാനയും നമ്മുടെ സഭയിൽ ഒരുമിച്ചാണ്. കുമ്പസാരവും വിശുദ്ധ കുർബാനയും നമ്മുടെ സഭയിൽ ഒരുമിച്ചാണ്. നമ്മുടെ സഭയിൽ പരസ്യ കുമ്പസാരം ഇല്ല. പരസ്യ കുമ്പസാരമാണ് ഉള്ളത്, രഹസ്യ കുമ്പസാരമില്ല. ചില സഭകളിൽ രഹസ്യ കുമ്പസാരം, നമ്മുടെ സഭയിൽ പരസ്യ കുമ്പസാരമാണ്. കുമ്പസാര പ്രാർത്ഥന ചൊല്ലാതെ ആരും വിശുദ്ധ കുർബാന കൈക്കൊള്ളുവാൻ സഭ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ ശുശ്രൂഷയുടെ നടുക്ക. ആരെങ്കിലും താമസിച്ച് വന്നാൽ പോലും ഇനി കുമ്പസാര പ്രാർത്ഥന ചൊല്ലാൻ അവസരമുണ്ട്. കുമ്പസാരം, കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. കുർബാന കൈക്കൊള്ളുന്നതിന് മുമ്പ് കുമ്പസാര പ്രാർത്ഥന ചൊല്ലിയിരിക്കണം. ഇനി വിശുദ്ധ കുർബാന. 2-3 ചോദ്യങ്ങളൂടെ ഉള്ളൂ. വിശുദ്ധ കുർബാന ആരാ തുടങ്ങിയെന്ന് പറയാമോ? വിശുദ്ധ കുർബാന തുടങ്ങിയത് ആരാ? ഉദ്ഘാടനം ചെയ്തത് ആരാ? യേശു ആണോ? അതോ മുഖ്യമന്ത്രിയോ വല്ലതും ആണോ? ആരാ തുടങ്ങി? യേശു ക്രിസ്തുവാ. ഉറപ്പാണോ? എപ്പോഴാണെന്ന് പറയാമോ? ഒരു പെരുന്നാൾ ദിവസമായിരുന്നു. ഒരു പെരുന്നാൾ ദിവസമാണ് യേശു ഇത്. പെസഹ. സെമിനാരി പെൺപിള്ളാരെ കൂടെ ചേർക്കണമെന്ന് ഞാൻ പറയാം. എന്താ
പെസഹ പെരുന്നാൾ ആണോ? പെസഹ പെരുന്നാൾ. പെസഹ പെരുന്നാൾ ഏത് ദിവസമാണ്? ചൊവ്വയാണോ വെള്ളിയാണോ? വ്യാഴം. ഇടയ്ക്ക് ദുഃഖ വെള്ളിയാഴ്ചയുടെ തലേ ദിവസം പെസഹ വ്യാഴാഴ്ച യേശു ശിഷ്യന്മാരുമായി മാളികമുറിയിൽ അത്താഴം കഴിക്കുമ്പോൾ അപ്പം എടുത്തിട്ട് പറഞ്ഞു, ഇതെൻ്റെ ശരീരം. വീഞ്ഞെടുത്തിട്ട് പറഞ്ഞു, ഇതെൻ്റെ രക്തം. ഇത് ഭക്ഷിപ്പീൻ, ഇത് കുടിപ്പീൻ, എൻ്റെ രണ്ടാമത്തെ വരവ് വരെ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. അതാണ് കുർബാനയുടെ അടിസ്ഥാനം. കർത്താവിൻ്റെ കൽപ്പനയാണ്. യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിർബന്ധമാണ്. കുർബാന എത്ര പ്രാവശ്യം കൈക്കൊള്ളുണ്ടോയെന്ന് കണക്ക് വല്ലതും ഉണ്ടോ? ചില വർഷത്തിൽ ഒന്ന് കൊള്ളുന്നവരുണ്ട്. ഇവിടെ അങ്ങനെ ഇല്ലായിരിക്കും. പെസഹ വ്യാഴാഴ്ച മാത്രം കൊള്ളുന്നവരുണ്ട്. ഓശന ഞായറാഴ്ച മാത്രം കൊള്ളുന്നവരുണ്ട്. അങ്ങനെ വല്ലതും ഉണ്ടോ? ബോധം നഷ്ടപ്പെടുന്നവരെ അവസരം കിട്ടുമ്പോൾ പാപവേറ്റ് പറഞ്ഞ് വിശുദ്ധ കുർബാന കൈക്കൊള്ളണം. കുർബാന എന്ന വാക്കിൻ്റെ അർത്ഥം അർപ്പണം, സമർപ്പണം. മക്കളെ, നിങ്ങളിന്ന് കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുക. നിങ്ങളുടെ പപ്പായും മമ്മിയും അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ ഇതിനകമായി കുർബാന കൈക്കൊണ്ടു. നിങ്ങൾ ഇന്ന്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് ഏറ്റവും ഓസ്പീഷ്യസ് ഡേയാണ്. നിങ്ങൾ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് വിശുദ്ധ കുർബാന കൈക്കൊള്ളുകയാണ്. അപ്പോൾ 4 കൂദാശകൾ പറഞ്ഞു അല്ലേ? മാമോദിസ ഏറ്റവരാണ്, മൂർവന അഭിഷേകം കഴിഞ്ഞവരാണ്. ഇന്ന് നിങ്ങൾ കുമ്പസാരിക്കുന്നു, ഇന്ന് നിങ്ങൾ വിശുദ്ധ കുർബാന കൈക്കൊള്ളുന്നു. ഇനി 3 കൂദാശയുടെ ഉള്ളൂ അല്ലേ? വിവാഹം ഒരു കൂദാശയാണ്. നിർബന്ധമാണോ? എന്ത് ധൈര്യമായിട്ടാണ് പറയുന്നേ അല്ലേ? എന്നോടായതുകൊണ്ട് അങ്ങനെ പറയുന്നല്ലേ? നിർബന്ധമല്ല. കുടുംബം ഒരു കൂദാശയാണ്, വിവാഹം ഒരു കൂദാശയാണ്. എല്ലാവരെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്ന ആ കുടുംബജീവിതം. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയും അങ്കിളും ആൻറ്റിയും പപ്പായും മമ്മിയും എല്ലാം കുടുംബജീവിതം നയിക്കുന്നവരാണ്. കുടുംബം ഒരു കൂദാശയാണ്, കുടുംബജീവിതം ഒരു കൂദാശയാണ്. എന്നാൽ നിർബന്ധമല്ല. അതുകൊണ്ടാണ് ബ്രഹ്മചര്യം, സന്യാസം. നമ്മുടെ സഭയിലെ തിരുമേനിമാർ, കത്തോലിക്ക യാക്കോബ ഓർത്തഡോക്സ് സഭയിലെ തിരുമേനിമാർ, കന്യാസ്ത്രീകൾ, ദേറായക്കാർ അവരാരും വിവാഹം കഴിച്ചവരല്ല. സന്യാസം സഭ അനുവദിക്കുന്നുണ്ട്, വേദോസ്തം അനുവദിക്കുന്നുണ്ട്. ദൈവരാജ്യത്തിന് വേണ്ടി അവിവാഹിതരായി നിൽക്കുക. ബാക്കി എല്ലാവരും കുടുംബജീവിതം. കുടുംബം ഒരു കൂദാശയാണ്. ഇനിയും അടുത്തത് പട്ടത്വം ഒരു കൂദാശ. നിർബന്ധമാണോ? നിർബന്ധമായിരുന്നേ പള്ളി നിറച്ച് അച്ഛന്മാരായിരുന്നേനെ അല്ലേ? നിർബന്ധമല്ല. ഇവിടെ വന്നപ്പോൾ ഞാൻ അന്വേഷിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇച്ചിരി നിർബന്ധമാക്കുന്നത് നല്ലതാണ്. 20 വർഷമായെന്ന് ജോണച്ചൻ പറയുന്നത്. ഇവിടുന്ന് ഒരു അച്ഛൻ വന്നിട്ട്, അച്ഛനാണ് ഇവിടുത്തെ ആദ്യത്തെ അച്ഛൻ. അതും ഈ 125 വർഷമായ ഇടവേൽ 70 വർഷം കഴിഞ്ഞപ്പോഴാണ് അച്ഛനൊരു പട്ടക്കാരനായിട്ട് തീർന്നത്. മാർത്തമാസഭയിലെ സീനിയർ പട്ടക്കാരനായി തൃശ്ശൂർ യൂറിക്കോടെ ശുശ്രൂഷ നിർവഹിക്കുന്നു. അച്ഛന് ശേഷം ഇപ്പോൾ 5 അച്ഛന്മാർ ഈ ഇടവേലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 5 അച്ഛന്മാരുണ്ട്. വളരെ അനുഗ്രഹമാണ്. പക്ഷേ അലക്സാണ്ടർ തറയനിച്ചൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ 20 വർഷമായി. 20 വർഷമായിട്ട് ആരും പട്ടക്കാരായില്ല. 4 മിടുക്കന്മാർ എൻ്റെ സൈറ്റിൽ നിൽപ്പുണ്ട്. 1, 2, 3, 4 അല്ലേ? ഈ വർഷം മാർത്തമാസഭയിൽ 40 ചെറുപ്പക്കാർ അച്ഛന്മാരായി. 40 ചെറുപ്പക്കാർ. BA കഴിഞ്ഞ്, MA കഴിഞ്ഞ്, MSc കഴിഞ്ഞ്, PhD കഴിഞ്ഞ്. ഞാൻ തന്നെ 5-8 പേർക്ക് പട്ടം കൊടുത്തു. ചേവലക്കര ഇടവയിൽ 20 വർഷമായി അല്ലേ? 125 വർഷമായെന്നാണ് ഞാൻ അറിയുന്നത്. അൽമായക്കാരൊക്കെ പ്രഗത്ഭന്മാരുണ്ട്. അച്ഛന്മാർ 4-5 പേരേ ഉള്ളൂ. മാതാപിതാക്കൾ പ്രാർത്ഥിക്കണം. കർത്താവേ, നിൻ്റെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ മകൻ, എൻ്റെ കൊച്ചുമകൻ ആയുസ് ദൈവത്തിന് വേണ്ടി കൊടുക്കാനിടയാകണമേ. നിർബന്ധമല്ല. പട്ടത്വം ഒരു കൂദാശയാണ്, ഒരു കൂദാശയാണ്. മക്കളെ, 4 കുഞ്ഞുങ്ങൾ ദൈവം നിങ്ങളെ വിളിക്കുന്നുവെങ്കിൽ മിടുക്കരായിട്ട് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്കും അച്ഛന്മാരാകാം. പട്ടത്വം ഒരു കൂദാശ. ഇനി അവസാനത്തേത് രോഗികൾക്ക് വേണ്ടിയുള്ള തൈലാഭിഷേകം. യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളിൽ ആരെങ്കിലും ദീനമായി കിടന്നാൽ മൂപ്പന്മാരെ വിളിച്ച് അവർക്ക് വേണ്ടി എണ്ണ പൂശി പ്രാർത്ഥിപ്പാൻ അപേക്ഷിക്കട്ടെ. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും രോഗികളായാൽ അച്ഛന്മാരെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കണം. നിർബന്ധമല്ല, പ്രാർത്ഥിപ്പിക്കുന്നത് നല്ലതാണ്. മക്കളെ, 7 കൂദാശകൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട കൂദാശയിലാണ് നിങ്ങളെ സംബന്ധിക്കുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സാക്രമെൻറ്റ്. നിങ്ങൾക്കിന്ന് സമ്മാനമായി തരുന്നതാണ് ഈ വേദപുസ്തകം അല്ലേ? നിങ്ങൾക്ക് സമ്മാനമായി ഈ സഭ തരുന്നതാണ് വേദപുസ്തകം. ഇതിനെക്കാട്ടി വിലപിടിപ്പുള്ള സമ്മാനം വല്ലതും ഉണ്ടോ? അതോ ഒരു മോതിരമാണോ നിങ്ങൾക്ക് വേണ്ടി അല്ലേ ഈ സമ്മാനം? കാരണം എന്നാ? ദൈവത്തിൻ്റെ വചനം കാലുകൾക്ക് ദീപം, പാതയ്ക്ക് പ്രകാശം. സഭ തരുന്ന സർട്ടിഫിക്കറ്റ് ഞാൻ ഒപ്പിട്ട് വെച്ചിട്ടുണ്ട്. സഭ നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് തരുന്നുണ്ട്. ആരെങ്കിലും നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ വിശുദ്ധ കുർബാന കൈക്കൊണ്ടിട്ടുണ്ടോ? ഉണ്ട്. ഐ ആം എ കമ്മ്യൂണിക്കൻ്റ് മെമ്പർ ഓഫ് ദ മാർത്തോമാ ചർച്ച്. മക്കളെ, ദൈവവചനം കാലിന് ദീപം, പാതയ്ക്ക് പ്രകാശം. വേദോസ്തം വായിക്കണം. കണ്ണിൻ്റെ തെളിച്ചം നഷ്ടപ്പെടുന്നവരെ വേദോസ്തം വായിക്കണം. കുഞ്ഞുങ്ങളുടെ പലപ്പോഴും വീടുകളിൽ വരുമ്പോൾ കുഞ്ഞുങ്ങളോടാണ് വായിക്കാൻ പറയുന്നത്. മാതാപിതാക്കളൊക്കെ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ വായിക്കത്തില്ല. മക്കളെ, നിങ്ങൾ വായിര്. അപ്പോൾ കുഞ്ഞുങ്ങൾ നോക്കിയിരിക്കുക, പ്രായമായാൽ പിന്നെ വേദോസ്തം വായിക്കണ്ട. ബൈബിൾ കീപ്സ് യു അവേ ഫ്രം സിൻ ആൻഡ് സിൻ കീപ്സ് യു അവേ ഫ്രം ബൈബിൾ. വേദോസ്തം നമ്മളെ പാപത്തിൽ നിന്ന് അകറ്റുന്നു,
പാപം നമ്മളെ വേദോത്സവത്തിൽ നിന്ന് അകറ്റുന്ന മക്കളെ, ദൈവത്തിൻ്റെ വചനം വായിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിപ്പാൻ ദൈവം നിങ്ങൾക്ക് കൃപ ചെയ്യട്ടെ.